അടുത്ത ആഴ്ചയാണ് രാഹുലിൻ്റെ ബർത്ത്ഡേ. അന്ന് അവന് 19 വയസ്സാകുന്നു. ഇത്തവണ ബർത്ത്ഡേക്ക് അമ്മയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് അവന് നല്ലപോലെ അറിയാം. അതിൻ്റെ ഒരു ആവേശത്തിലാണ് രാഹുൽ. രാഹുലിൻ്റെ അമ്മയാണ് രാധിക. കാണാൻ നല്ല സുന്ദരി. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 9 മണിക്ക് പോയാൽ വൈകിട്ട് 6 മണിക്കെത്തും. രാഹുലാണെങ്കിൽ കോളേജ് വിട്ട് വീട്ടിലെത്തുന്നത് വൈകിട്ട് 4 മണിക്കാണ്. വന്നാൽ പിന്നെ ചിലപ്പോൾ കൊച്ചു പുസ്തക വായനയായിരിക്കും. അത് രാധിക പലതവണ കണ്ടിട്ടുള്ള കാര്യവുമാണ്. ആദ്യമായി ഈ കാര്യം കണ്ടുപിടിച്ചപ്പോൾ അവന് ഒരു ചമ്മലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മാറി. അമ്മ കണ്ടാലെന്ത് കണ്ടില്ലെങ്കിലെന്ത് എന്ന നിലപാടിലായി കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് CD കാസറ്റിലാണ്. വൈകിട്ട് വീട്ടിലെത്തിയാൽ പിന്നെ എപ്പോഴും ഓരോ CD ഇട്ട് കാണും. ഹാളിലെ TV-യിലാണ് കാണുന്നത്. രാഹുലാണെങ്കിൽ യാതൊരു മടിയുമില്ല. രാധിക അത് കണ്ടപ്പോഴും ഒരു കള്ളച്ചിരി പാസാക്കിയതല്ലാതെ അവന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാധികയ്ക്ക് ഇത് ഫേസ് ചെയ്യാൻ ഒരു ചമ്മലായിരുന്നു. പിന്നീട് പതിയെ പതിയെ അവരുടെ ചമ്മലും മാറി. കാരണം ഭർത്താവാണെങ്കിൽ ഗൾഫിലാണ്. പോയിട്ട് 1.5 വർഷമായി. ഇനിയും ലീവ് കിട്ടി വരാൻ ലേറ്റാകും. അപ്പോൾ പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാക്കിയേക്കാമെന്ന് അവരും കരുതി. അങ്ങനെ ഒരു ദിവസം രാധിക രാഹുലിനോട് ആ കാര്യം അവതരിപ്പിച്ചു. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ കാര്യങ്ങളല്ല, തീരുമാനങ്ങളുമല്ല. രാഹുലിൻ്റെ ആഗ്രഹങ്ങളും പ്രവൃത്തികളും രാധിക കുറേ കാലമായി ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ അമ്മ ഇങ്ങനെയൊരു കാര്യം അവതരിപ്പിച്ചപ്പോൾ അവന് ഒരു ഷോക്കായിരുന്നു, ഒരു ചമ്മലായിരുന്നു. കാരണം തൻ്റെ മനസ്സിലിരിപ്പ് അമ്മ മനസ്സിലാക്കിയല്ലോ എന്നോർത്തുള്ള ഒരു ചമ്മലും കൂടാതെ വലിയ സന്തോഷവും അവന് തോന്നി. 2 വർഷക്കാലമായുള്ള ആഗ്രഹമാണ് രാഹുലിൻ്റേത്. അതാണ് അടുത്തയാഴ്ച സാധിക്കാൻ പോകുന്നത് എന്നോർത്തപ്പോൾ രാഹുലിന് വല്ലാതായി. പിന്നെ ചെന്ന് ഒരെണ്ണം വിട്ടു. എത്രയും പെട്ടെന്ന് അടുത്തയാഴ്ച ആവാൻ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകിട്ട് രാധിക വീട്ടിലെത്തി. അപ്പോൾ രാഹുൽ TV-യും കണ്ടുകൊണ്ട് ഹാളിൽ അങ്ങനെ ലയിച്ചിരിക്കുമായിരുന്നു. അത് കണ്ട് ആദ്യം രാധിക ഒന്ന് സംശയിച്ചു. അവനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് TV-യിലേക്കും CD പ്ലെയറിലേക്കും നോക്കി. CD പ്ലെയർ ഓഫാണ്. അപ്പോൾ CD കാസറ്റ് വെച്ച് കാണുന്നതല്ല എന്ന് മനസ്സിലായി. TV-യിൽ തമിഴ് സോങ്സ് ആയിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയുടെ നോട്ടം കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു. രാഹുൽ, എന്താ അമ്മേ, പേടിച്ചു പോയോ? രാധിക, ഓ പിന്നെ പേടിയൊന്നുമില്ല. നീ കണ്ടീഷൻ തെറ്റിച്ചാൽ പിന്നെ സമ്മാനം കിട്ടില്ല, അത്ര തന്നെ. രാഹുൽ, ഓ അത് പിന്നെ എനിക്കറിഞ്ഞൂടെ അമ്മേ. ഞാൻ റൂൾസ് ഒന്നും തെറ്റിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലും നേരിട്ട് ബിരിയാണി കിട്ടാൻ പോകുമ്പോൾ ആരെങ്കിലും വല്ലവരും കഴിക്കുന്നത് കാണുമോ? അതും പറഞ്ഞ് അവൻ കള്ളച്ചിരി ചിരിച്ചതും എന്ന് നീട്ടി മൂളിക്കൊണ്ട് രാധിക മുറിയിലേക്ക് പോയി. രാഹുൽ അവരെ തന്നെ നോക്കി. ജോലി ചെയ്ത് വിയർത്ത് ക്ഷീണിച്ച് വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ കുളിക്കാൻ പോകുമല്ലോ. രാഹുൽ ചിലതൊക്കെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ അവന് വല്ലാതായി. പിന്നെ വീണ്ടും മുറിയിൽ ചെന്നൊരെണ്ണം വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ കോളേജിലെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ തോമസ് ആണ്. രാഹുൽ, എന്താടാ? തോമസ്, എടാ നീ കണ്ടോ? രാഹുൽ, എന്ത്? തോമസ്, എടാ പുതിയ CD മനു തന്നില്ലായിരുന്നോ? രാഹുൽ, എടാ പുതിയ CD-യോ? മനു ഇന്ന് ലീവായിരുന്നല്ലോ. നീയും ഇന്ന് ലീവായിരുന്നല്ലോ. എന്ത് പറ്റി? എന്താ വരാതിരുന്നേ? തോമസ്, ഷെടാ ഇവൻ്റെ ഒരു കാര്യം. എടാ പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പറാ.
ഞാനത് കണ്ടിട്ട് നിനക്ക് തരാൻ വേണ്ടി മനുവിൻ്റെ കയ്യിൽ കൊടുത്തതായിരുന്നു. അത് കേട്ടതും രാഹുലിൻ്റെ മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടായി. രാഹുൽ, എടാ അത്രയ്ക്ക് കൊള്ളാമോടാ. തോമസ്, കൊള്ളാമെന്നോ? സൂപ്പർ, കിടിലം, കിടുകിടിലം. മനു ഇന്ന് ചുമ്മാ ലീവ് എടുത്തതാവില്ല. അവൻ അതും കണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാവും. അത് കേട്ട് രാഹുൽ എന്ന് മോളെ. തോമസ്, എന്താടാ നിനക്ക് ഒരു ഉന്മേഷമില്ലാത്ത? നിന്നെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് ഒന്നിനും താല്പര്യമില്ലാത്തതുപോലെയാണല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും കണ്ട് പേടിച്ചോ അളിയ? തോമസിൻ്റെ ചോദ്യം കേട്ടതും എന്ത് പറയണമെന്ന് രാഹുൽ ഒരു നിമിഷം ചിന്തിച്ചു. താനും അമ്മയുമായുള്ള ഡീൽ തോമസിനോട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് രാഹുലിനറിയാം. അതുകൊണ്ട് അവൻ ആ കാര്യം പറഞ്ഞില്ല. രാഹുൽ, എന്ത് കണ്ട് പേടിച്ചോന്നാ നീ ഉദ്ദേശിച്ചേ? രാഹുൽ വേഗം വിഷയം മാറ്റാനായി അങ്ങനെ ചോദിച്ചു. തോമസ്, അത് അളിയ, നമ്മുടെ കൂടെ മുൻപ് +1 ഉണ്ടായിരുന്ന ജോമോനില്ലേ, അവൻ്റെ കാര്യമോർത്ത് ചോദിച്ചതാ. രാഹുൽ, എന്താ അളിയ, അവൻ്റെ എന്ത് കാര്യം? തോമസ്, അവൻ രാത്രി എങ്ങാണ്ടോ 12 മണിക്കോ 1 മണിക്കോ CD കമ്പ്യൂട്ടറിലിട്ട് കാണുമായിരുന്ന പോലെ. അവൻ്റെ മുറിയിലായിരുന്നു അത്രേ അവനുണ്ടായിരുന്നത്. അപ്പോൾ മുറിയിലെ ഒരു വിൻഡോ ഓപ്പൺ ആയിരുന്നത്രേ. അങ്ങനെ അവൻ അതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ആ വിൻഡോയിൽ കൂടി ആരോ നോക്കിയെന്നോ വിൻഡോ ഉറക്കെ വലിച്ചടച്ചെന്നോ എന്നൊക്കെ പറഞ്ഞു. അതുമാത്രമല്ല, അവൻ മുറിയിൽ നിന്നും പേടിച്ച് ഹാളിലേക്ക് ഓടിയതിനാൽ വീട്ടിലെ എല്ലാവരും ഉണർന്ന് മുറിയിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച കമ്പ്യൂട്ടറിൽ അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ CD അവർ പിടിച്ചെടുത്തു. പിന്നെ അവന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനേ കൊടുത്തില്ല. അവനാകെ വല്ലാതായി. പിന്നെ പേടിച്ച് പനിയും പിടിച്ചായിരുന്നു. എല്ലാം കേട്ട് രാഹുൽ തരിച്ചിരുന്നു. രാഹുൽ, എന്തുപാടാ ഇത്? അവൻ വിൻഡോയിൽ കൂടി ആരെ കണ്ടെന്ന വല്ല കള്ളന്മാരുമാവും. അയാളെ പിടിച്ച് ആദ്യം 2 പൊട്ടിക്കണം. തോമസ്, ചിലപ്പോൾ കള്ളനാവും. പക്ഷേ അവൻ പറയുന്നത് അതൊരു പ്രത്യേക രൂപമാ, തേങ്ങയാ എന്നൊക്കെയാണ്. എന്തിനോ എന്തോ, അത് വിടളിയ. അപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? രാഹുൽ, അതേടാ, ഞാൻ ഓക്കെ ആണ്. തോമസ്, എന്നാ ശരിടാ, നാളെ കോളേജിൽ കാണാം. രാഹുൽ, ഓക്കേടാ. അങ്ങനെ ഫോൺ വെച്ചോ. അങ്ങനെ അവൻ തോമസ് പറഞ്ഞ കാര്യങ്ങൾ അവിടിരുന്ന് ആലോചിക്കവേ പെട്ടെന്നായിരുന്നു കതകിൽ മുട്ടുകേട്ടത്. അവൻ ഒന്ന് ഞെട്ടി. അമ്മ, എടാ വാടാ, ഫുഡ് കഴിക്കണ്ടേ? രാഹുൽ, ഞാൻ ദേ വരുന്നു അമ്മേ. പ്രേതത്തിലും ഭൂതത്തിലുമൊന്നും ഒട്ടും വിശ്വാസമില്ലെങ്കിലും ആരെങ്കിലും ഇതുപോലുള്ള ഹൊറർ സ്റ്റോറി പറഞ്ഞാൽ പിന്നെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ പേടി കടന്നുകൂടും. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാലോ മറ്റോ ഉറപ്പായും ഞെട്ടും. അത് പതിവുള്ളതാണ്, രാഹുൽ ചിന്തിച്ചു. അങ്ങനെ അവൻ കതക് തുറന്ന് ഹാളിലേക്ക് നടന്നു. അമ്മ ടേബിളിൽ ഫുഡൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. അവൻ അവരെ നോക്കി. നൈറ്റിയാണ് വേഷം. ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കയ്യിലേന്തി വരികയാണ്. രാഹുൽ, ഇന്ന് ചിക്കനാണോ സ്പെഷ്യൽ? കൊള്ളാം. രാധിക, കുറച്ച് പ്രോട്ടീനൊക്കെ കിട്ടിക്കോട്ടെ, അതും പറഞ്ഞ് കള്ളച്ചിരി ചിരിച്ചു. അത് കേട്ട് രാഹുൽ എന്ന് നീട്ടി മോളി. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനിരുന്നു. രാഹുൽ ഇടയ്ക്കിടെ അമ്മയെ നോക്കി. രാഹുൽ, അതെ അമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? രാധിക, ചോദിക്കടാ. രാഹുൽ, അല്ല, ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് മുൻപ് ഇപ്പോൾ തന്നാൽ കുഴപ്പമുണ്ടോ? അത് കേട്ട് അവർക്ക് ചിരി വന്നു. രാധിക ചിരി അടക്കാൻ പ്രയാസപ്പെട്ടു. രാഹുൽ, ഇങ്ങനെ ചിരിക്കല്ലേട്ടോ. രാധിക, പിന്നെ ഇമാതിരി കോമഡി പറഞ്ഞാൽ പിന്നെ ചിരിക്കാതിരിക്കുമോ? രാഹുൽ, കാര്യം പറ അമ്മേ, സമ്മാനം ഇന്ന് കിട്ടുമോ? രാധിക,
എടാ മണ്ട, ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ അങ്ങനെ നേരത്തെ തന്നെ കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ടല്ലോ. വെയിറ്റ് ചെയ്യൂ കുട്ടി. രാഹുൽ: ഷോ, അത് പിന്നെ അമ്മേ, എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യെന്നേ. ആകെ ഒരു എന്തോ പോലെ. അതും പറഞ്ഞ് ഒരു ചമ്മലോടെ അവൻ മുഖം താഴ്ത്തി. രാധിക: നിന്റെ എന്തോ പോലെയൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. നീ ക്ഷമിക്കുന്നേ. ഇനിയും 3 ദിവസമല്ലേയുള്ളൂ. കാത്തിരിക്കൂ. ഒരു കള്ളച്ചിരിയാളെ അതും പറഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവർ എണീറ്റു. പിന്നെ രാഹുലും എണീറ്റ് കൈ കഴുകി. രാധിക പ്ലേറ്റൊക്കെ എടുത്ത് വാഷ് ബേസിനിലിട്ട് കഴുകവേ രാഹുൽ അങ്ങോട്ട് ചെന്ന് അവരുടെ പിന്നിലായി നിന്നു. പിന്നിലെ കാൽ പെരുമാറ്റം കേട്ട് രാധിക പതിയെ തിരിഞ്ഞു നോക്കി. രാഹുൽ അങ്ങനെ നിരാശനായി അവരെ നോക്കി നിൽപ്പാണ്. അവൻ്റെ നിരാശ കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നു.